ഇടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ദൈവം സക്കറിയ 9:8 പറയും, ഞാൻ എൻ്റെ വീടിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കും. ഒരു മർദ്ദകനും ഇനി അവനെ ഉപദ്രവിക്കില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ടായിരിക്കും. ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഹല്ലേലൂയ. അതായത് ദൈവം വീടിന് ചുറ്റും വേലി കെട്ടും. ഇല്ലെങ്കിലുണ്ടല്ല, ഇവൻ ചില്ലറക്കാരനല്ല. ഇവൻ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അമ്മയുടെ കരം പിടിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവൻ ചില്ലറക്കാരനല്ല. ഇവനെ ഈ വേലി ഇങ്ങനെ വീടിന് ചുറ്റും കെട്ടിയിട്ടത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പല കുടുംബങ്ങളും ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴും 5-6 വന്ന് ഇങ്ങനെ ദൈവവചനം കേൾക്കാനിരിക്കുന്നത്. പണ്ടെങ്ങോ നിങ്ങളുടെ വീട്ടിൽ ദൈവത്തെ വിളിച്ചിറക്കുന്ന ഒരു മൂത്ത അപ്പൻ അമ്മ കാരണവരുണ്ടായിരുന്നു. അവർ വിളിച്ച ദൈവം ഇറങ്ങി വരികയും ചെയ്യുമായിരുന്നു. അവർക്ക് ഈ കോട്ട് സ്യൂട്ടൊന്നും വേണ്ട, പാവങ്ങളാണ്. കപ്പയും മീൻ സാധാരണ ആൾക്കാരായിരുന്നു. വീടെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, വൈകിട്ട് 6:30 പറഞ്ഞാൽ പ്രാർത്ഥനാപ്പായ വിരിക്കും, സന്ധ്യാനമസ്കാരം നടത്തും, ദൈവത്തെ വിളിച്ചിറക്കും, പാതിരാ കുർബാനയ്ക്ക് പിള്ളേരെ ഒക്കത്ത് വെച്ചുകൊണ്ട് വരും. മുള്ളും മൂർഖനും പതിയിരിക്കുന്ന ഒറ്റയടി പാതയിലൂടെ നടന്നു വന്ന് അവർ പിള്ളേരെ പള്ളി കിടത്തിയിട്ട് ദൈവത്തെ ഒരു വിളിക്കും, എൻ്റെ കർത്താവേ. ആ വിളി ഇപ്പോഴും വീടിന് ചുറ്റും കിടക്കുന്നത് കൊണ്ടാണ് മുംബൈ വന്നാലും സംരക്ഷണം. ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. അന്ന് പ്രാർത്ഥിച്ചവരെ ഏറ്റവും പെട്ടെന്ന് പിശാച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ സങ്കേതം ഒടുങ്ങിയാലുണ്ടല്ലോ, അവന് എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ കയറാൻ. അതുകൊണ്ട് ഈ സംരക്ഷണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അത് വേണം. ഒരിക്കൽ ഒരു ടീച്ചർ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഈ കൊന്തയൊന്ന് വെഞ്ചരിച്ച് തരണം. ഞാൻ അന്ന് തുമ്പമൺ പള്ളിയിലിരിക്കും. ഒരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ടീച്ചർ അച്ഛാ ഇതൊന്ന് വെഞ്ചരിച്ച്. ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചു, വെഞ്ചരിച്ചു, കൊടുത്തു. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ടീച്ചർ ഒരു സാക്ഷ്യം എഴുതിക്കൊണ്ടിട്ടിരിക്കുക. ടീച്ചറിൻ്റെ സ്കൂളിൽ ഒരു ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഹിന്ദുവാണ്, വേദനയോടെ അവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു കൊന്തയാണ്. എന്നിട്ട് ഏതെങ്കിലും സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് കൊടുത്ത് ഇതൊന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് തരാൻ വേണ്ടി കൊണ്ടു നടക്കും. കാണാഞ്ഞപ്പോൾ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ഇതൊന്ന് പ്രാർത്ഥിച്ച് തരാൻ സിസ്റ്ററിൻ്റെ അടുത്ത് കൊടുക്കാവും. അപ്പം ടീച്ചർ പറഞ്ഞാലെന്താ, ഞാൻ പോയിട്ട് പ്രാർത്ഥിച്ച് കൊണ്ടുതരാം 2 ദിവസം കഴിഞ്ഞിട്ട്. പ്രാർത്ഥിച്ചു കൊടുത്തു, എൻ്റെ കൊണ്ടു തന്നാണ് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് സാക്ഷ്യം എഴുതിയിട്ടിരിക്കുകയാണ്. ഇവളുടെ ഒരു ചേച്ചി, മൂത്ത ചേച്ചി, ഇവളെക്കാളും 6-7 വയസ്സ് മൂത്തതാണ്. കല്യാണം കഴിച്ച് വിട്ടതേ ഉള്ളൂ. പക്ഷേ ചെല്ലുന്ന വീട്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് ഈ കൊച്ച് അലറി വിളിച്ചുകൊണ്ടൊരു കാവിലേക്ക് ഓടും. അടുത്തൊരു കാവുണ്ട്, അവിടെ ഓടും. അവിടെ ചെന്ന് മയങ്ങടിച്ച് വീഴും. ഇത് സ്ഥിരം പരിപാടിയാണ്. വൈകിട്ട് 6 മണിയാകുമ്പോൾ അയൽവക്കത്തെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ചെറുപ്പക്കാരൊക്കെ എണ്ണയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കും. എന്തായാലും ഓടാൻ റെഡിയായിട്ട് നിന്നു. ഓടുന്നു ആതിരയുടെ ചേച്ചി. അവിടെ ചെല്ലുക, വീഴുക. അപ്പോൾ എല്ലാവരും കൂടെ ഓഹോ 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 എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. ഇതൊരു സ്ഥിരം പരിപാടിയായി. വേദന കൊണ്ട് ഈ അനിയത്തി കൊച്ച് പാവിട്ട് കരഞ്ഞ് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ചേച്ചിക്ക് സൗഖ്യം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഈ മാല കൊത്ത ഈ കൊച്ചിൻ്റെ കഴുത്തിൽ കൊണ്ടുപോയിട്ടു അന്ന് മുതൽ പിന്നീട് കുഞ്ഞ് ഈ പീഡ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ടീച്ചർ ഈ സാക്ഷ്യം എഴുതി കൊണ്ടുവന്നത് ഞാൻ പറയാണ്. ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത് കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പം നാട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ
നിങ്ങൾക്ക് ഇതൊക്കെ ചുമ്മാ ചോദിക്കാം. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. കമാഞ്ചേരിയിലെ ആനി ടീച്ചർ എന്നാ ടീച്ചറിൻ്റെ പേര്, തുമ്പമണ്ണയുടെ മകൻ. ടീച്ചറിനോട് ചോദിച്ചാൽ ഇതുപോലെ അവിടെ ഒരു ധ്യാനം നടക്കുമ്പം ഒരു ജോൺ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നച്ച വീട്ടിൽ സഹിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു എന്നാ പറ്റും? ഞാൻ വിചാരിച്ചു ചേച്ചിയുമായിട്ടുള്ള യുദ്ധവും വഴക്കമാണ്. ഒന്നുമല്ല, ചേച്ചി പാവ. പക്ഷേ ഈ ചേട്ടന് ഇത്തിരി മണ്ണും എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ 42 വർഷമായിട്ട് പാമ്പിൻ്റെ ശല്യം. ഒന്നീ തേളല്ലേ പാമ്പ്, അല്ലെങ്കിൽ പഴുതാര. ഇത് സഹിക്കട്ടച്ച. ചിലരുണ്ട് ഇതൊന്ന് വെഞ്ചരിച്ച് തരണമെന്ന്. പ്രിയപ്പെട്ടവർ, സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ വിഷജീവികളും തിന്മകളും നമ്മളെ ഉപദ്രവിക്കുന്ന ശക്തികളും മാറി ഒരു പ്രൊട്ടക്ഷൻ വീടിന് കിട്ടുമെന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇതെന്നെ പറയുന്നത്. ആശീർവദിച്ചു കൊടുത്തു. അദ്ദേഹം ഒന്ന് സാക്ഷ്യമായിട്ട് പറഞ്ഞതാണ്. 3 മാസം ഇദ്ദേഹം പരിശോധിച്ചു. സാധാരണഗതി എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒന്നിൽ ഇത് പറമ്പിൽ നിന്ന് കയറി വരുന്ന കാണാം, അല്ലെ നടയിൽ കാണും, അല്ലെ പടി കാണും, അല്ലെ വീടിൻ്റെ അടുക്കളയെ മൂലയ്ക്ക് കാണും. എങ്ങും നോക്കിയിട്ട് കാണത്തില്ലല്ലോ എന്ന് കാണാത്ത ദിവസം ആഹാ ദൈവമേ ഇന്നേലും സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്ന് കരുതി ക്ഷീണം കൊണ്ട് പോയി കുളിക്കാൻ നോക്കുമ്പോഴേ അയവള്ളി ബാത്റൂമിൽ അയവള്ളിയിലൊരെണ്ണം ഇങ്ങനെ ഇരിക്കണം. ഈ മനുഷ്യൻ സഹി കെട്ടി. ഇതെന്തായാലും വല്ലാത്ത ശല്യമായപ്പോൾ ഞാൻ മണ്ണ് വെച്ചിരിച്ചു. ഈ മനുഷ്യൻ 3 മാസം പരിശോധിച്ചതിന് ശേഷം തിരികെ വന്നിട്ട് പറഞ്ഞു, ഇതൊരു സാക്ഷ്യം പറയാനുണ്ട്. ജോണേട്ടൻ എനിക്ക് മനസ്സിലാക്കണം. കാരക്കാട് പള്ളിയിൽ ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹല്ലേലൂയ. പോയി ചോദിക്കാം. പിന്നീട് ഒരിക്കലും ഈ മനുഷ്യൻ്റെ വീട്ടിൽ ഈ വിഷജീവിയുടെ ശല്യം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. അങ്ങനല്ല. പല കുട്ടികളും വന്ന് പഠിക്കും, നന്നായി പഠിക്കും. പരീക്ഷയുടെ ദിവസം പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റത്തില്ല, പഠിച്ചെല്ലാം മറന്നു പോകും. നല്ല ഡിഗ്രികളുണ്ട്, ഇതുവരെ ജോലി കിട്ടുന്നില്ല. എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ടെന്നത്. കിട്ടിയ അവസാനം ഒരു ജോലി, തലവേദന കൊണ്ടിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, നാം കരുതരുതെല്ലാം നമ്മുടെ കസ്റ്റഡിയിലാണ്. നാം അറിയാത്ത ചില സംഭവങ്ങൾ ഉണ്ട്. ഇത് ഞാൻ ഒരു 10 വർഷം മുമ്പായിരുന്നുണ്ടെങ്കിൽ പ്രസംഗിക്കുകയല്ലായിരുന്നു. എന്നാൽ ഈ 25 വർഷമായി വൈദികനായിട്ട് എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ പല പല സംഭവങ്ങളും ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് വെറും മനഃശാസ്ത്രമല്ല, ഇതൊരു മാനസികാവസ്ഥയുടെ വകുപ്പല്ല. നമ്മുടെ നാശം ആഗ്രഹിച്ച് നിലയുറപ്പിക്കുന്ന നാരകീയ ഉപദ്രവങ്ങൾ ഉണ്ട്. തെറ്റിദ്ധരിക്കരുത്. ഇതപ്പുറത്തെ വീട്ടിൽ ഞങ്ങൾക്കെതിരെ ചെയ്ത ക്ഷുദ്രമാണ്, ആഭിചാരമാണ്, അതുമൂലമാണ് ഞങ്ങൾ ഈ പടാപ്പാട്. തെറ്റിദ്ധരിക്കരുതോ? യാക്കോബിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കില്ല, ഇസ്രായേലിനെതിരെ ആഭിചാരം ഫലിക്കില്ല. വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇരുളടയും വഴികളിൽ പ്രഭയേകുവാനായി താതന്റെ മൊഴികൾക്കായി കാതോർത്തിടാ